ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ഒരു പച്ചടിയാണ്. സദ്യ വിളമ്പുമ്പോൾ നല്ല കളർഫുൾ ആയിരിക്കാൻ ഈ ഒരു ബീട്രൂട്ട് പച്ചടി വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് നമ്മൾ ഇതിനെ കഷ്ണങ്ങളാക്കി വേവിച്ച് വെച്ചിരിക്കുകയാണ്. വേവിച്ച് വെച്ച ഈ ബീട്രൂട്ടിനെ നമുക്ക് മിക്സിയിലൊന്നിട്ട് കറക്കിയെടുത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കാം. 4 വലിയ ബീട്രൂട്ടിലേക്ക് 1 മുറി നാളികേരം, ഒരു 7 ചുവന്നുള്ളി, 5-6 പച്ചമുളക്, കുറച്ച് നല്ല ജീരകം കൂടിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കും. നല്ല അടിപൊളി കളർഫുൾ പേസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ ആക്കി വെച്ച ബീട്രൂട്ട് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച നാളികേരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 8 മിനിറ്റ് നേരമാണ് നമ്മൾ ഈ ബീട്രൂട്ടിനെ തിളപ്പിക്കാൻ വെച്ചത്. വെന്ത് വന്ന ബീട്രൂട്ടിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നാളികേരം ഒതുക്കിയത്, അതുപോലെ തൈരും മാറ്റി വെച്ചിട്ടുണ്ട്. നാളികേരമാണ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ബീട്രൂട്ട് അരച്ച മിക്സിയിൽ തന്നെ ആയതുകൊണ്ടാണ് നാളികേരത്തിന് ഈ ഒരു കളർ വന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തൈരും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം തിളപ്പിക്കേണ്ട, വേഗം തന്നെ ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാനുണ്ട്. ബീട്രൂട്ട് വേവിക്കാൻ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി തെറിക്കും. ആ തെറിക്കുന്ന അതാണ് പെയിൻ്റ് അടിച്ച പോലെ നമ്മുടെ ടൈരുമലൊക്കെ കാണുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് കയ്യകലത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനെ എടുത്തിട്ട് നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല കളർഫുൾ ബീട്രൂട്ട് പച്ചടി ഇപ്പം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് സദ്യക്ക് ഈ ഒരു ഐറ്റം എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.